അപ്പോൾ കേരളത്തിന്റെ അടുത്ത മത്സരം ചെന്നൈക്കെതിരെ മറീന അറീനയിലാണ്. ഈ മത്സരം വളരെ നിർണായകമാണ്. ഈ മത്സരം വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യത എന്തെങ്കിലും നിലനിൽക്കുന്നുള്ളൂ. മാത്രവുമല്ല, ചെന്നൈക്കെതിരെ മറീന അറീനയിൽ കയറി ഇതുവരെ ജയിച്ചിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ തോട്ട്സ് നാളത്തെ മത്സരത്തെക്കുറിച്ച്? ചെന്നൈ നല്ല അടിപൊളിയായിട്ട് അവസരം സൃഷ്ടിക്കും, പക്ഷേ ഗോൾ അടിക്കാൻ അവർക്ക് കഴിയാറില്ല. അവരുടെ പോസ്റ്റിൽ ഇഷ്ടംപോലെ ഗോൾ കയറാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ കളിയിലൊക്കെ നോർത്ത് ഈസ്റ്റിനെ പിടിച്ചു കിട്ടിയ ടീമാണ്, അതും ഒരാൾ കുറവായിട്ട് പോലും. അപ്പം പ്രതിരോധത്തിൽ നമുക്കിപ്പം ചെറിയ പ്രതീക്ഷകളൊക്കെ ഉണ്ട്. പിഴവുകൾ ഒഴിവാക്കിയാൽ ജയിക്കാൻ പറ്റും. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ച് പ്ലേ ഓഫിൽ കേരളം എത്തുന്ന തന്നെയാണ് പ്രതീക്ഷ. എന്നെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്ന ആരാധകർക്ക് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ഡൗട്ടുണ്ട്. ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല പ്രതീക്ഷകൾ നിലനിൽക്കുന്നു. പക്ഷെ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാച്ചാണ് നാളെ നടക്കുന്നത്. അവിടെ നമുക്ക് വേണ്ടത് ശരിക്കും നമ്മുടെ താരങ്ങളിൽ ഒരു റെഡ് കാർഡ് കണ്ട് പുറത്തായപ്പോഴും നേടിയ ആ സമനിലയുടെ മെൻറ്റാലിറ്റിയാണ്. ആ മെൻറ്റാലിറ്റിയോടുകൂടി കളിച്ചാൽ ചരിത്രം തിരുത്തി തീർച്ചയായും മറീന അറീനയിൽ വിജയം സ്വന്തമാക്കുവാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. വേറൊരു തമാശയുണ്ട്. കഴിഞ്ഞ സീസൺ കേരളം മികച്ച രീതി കളിച്ചു നിന്നതിന് ശേഷമാണ് ചെന്നൈയോട് തോറ്റത്. ആകാശ് സംഘവാൻ ഇടയിൽ കൂടെ കയറി ഒരു ഗോൾ അടിച്ചത്. അതുപോലെ സംഭവിക്കുമെന്ന് കണ്ടറിയണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ കളി എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം പ്ലേ ഓഫ് നിലനിർത്തണമെങ്കിൽ കളി ജയിച്ചേ പറ്റൂ. സമനില ഒന്നും കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല.